നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രണ്ട് കോണിൽ നിൽക്കുമ്പോൾ പ്രത്യാഘാതം മുഴുവൻ അനുഭവിക്കുന്നത് സംസ്ഥാനത്തെ 1.5 ലക്ഷത്തോളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ. സമഗ്ര ശിക്ഷ കേരള SSK പദ്ധതിയിൽ ലഭിക്കാനുള്ള 1000 കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തതിനെ തുടർന്ന് SSK പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഉപകരണങ്ങളും 1 വർഷത്തോളമായി കുട്ടികൾക്ക് കിട്ടുന്നില്ല. പഠനവും ദൈനംദിന ജീവിതവും താളം തെറ്റി. കാഴ്ച കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക ഉപകരണങ്ങൾ, വീൽചെയറുകൾ, മറ്റ് പഠന സഹായ സാമഗ്രികൾ എന്നിവയുടെ വിതരണം പാളി. കഠിനമായ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കൂളിലെത്താനുള്ള യാത്രാബത്ത, സഹായിക്കാൻ കൂടെ പോകുന്നവർക്കുള്ള എസ്കോർട്ട് അലവൻസ്, പെൺകുട്ടികൾക്കുള്ള പ്രത്യേക സ്റ്റൈപ്പൻഡ് എന്നിവയും കുടിശ്ശികയാണ്. ഭ്രമയുഗത്തിലെ വിസ്മയ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുമോ എന്ന് ഇന്നറിയാം. ഭ്രമയുഗത്തിനു പുറമെ മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ദ കാണ്ഡം തുടങ്ങിയ ചിത്രങ്ങളും 72ാം ദേശീയ ചലച്ചിത്ര അവാർഡുകളുടെ അവസാന റൗണ്ടിൽ എത്തിയെന്നാണ് സൂചന. ഇന്നാണ് അവാർഡ് പ്രഖ്യാപനം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപമാണ് രൂപപ്പെട്ടത്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ സമുദ്രനിരപ്പിൽ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായി വെള്ളിയാഴ്ച കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷ തീരത്തിനും മുകളിലുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങൾക്ക് മുകളിലുമായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച വരെ നേരിയ ഇടത്തരം മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ഗുരുതര ക്രമക്കേടെന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ. ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയായി വേണ്ട പരീക്ഷയ്ക്ക് +2 നിലവാരം പോലും ഉണ്ടായിരുന്നില്ല. ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഓപ്ഷൻ ബി ഉത്തരമായി വരുന്ന രീതി ഉത്തരസൂചിക തയ്യാറാക്കിയെന്നും പരാതി. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ വിജ്ഞാപനം വന്ന നാൾ മുതൽ PSCയുടെ ഭാഗത്തു നിന്നുണ്ടായത് അടിമുടി വീഴ്ചകളായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള പരമ്പരാഗത കേരളീയ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തില്ലെന്ന് ക്ഷേത്ര ഭരണസമിതി കേരള ഹൈക്കോടതിയെ അറിയിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ ചുരിദാർ അനുവദിക്കണമെന്ന അന്നത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവിനെതിരായ കേസ് ഹൈക്കോടതി തീർപ്പാക്കി. 2016-ലാണ് ക്ഷേത്രത്തിൽ ചുരിദാർ അനുവദിച്ചുകൊണ്ട് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തന്ത്രി ബ്രഹ്മശ്രീ തരണല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ക്ഷേത്ര ഭരണസമിതിയും ചുരിദാർ അനുവദിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് പാലിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറായിരുന്നില്ല. ആചാരലംഘനം ആരോപിച്ച് അന്ന് ക്ഷേത്രഭരണത്തിൽ ഇല്ലാതിരുന്ന തിരുവിതാംകൂർ രാജകുടുംബവും 8ര യോഗത്തിലെ സ്ഥാനി നെയ്ത്തശ്ശേരി പോറ്റിയും രേഖാമൂലം പ്രതിഷേധം അറിയിച്ചിരുന്നു. ചരിത്രപ്രസിദ്ധമായ മുതുകുളം ശ്രീ പാണ്ഡവർക്കാവ് ദേവീക്ഷേത്രത്തിൽ ചുറ്റമ്പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്യപൂർവ ദാരുശില്പങ്ങൾ കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ പൗരാണിക മഹത്വത്തിനും കേരളീയ ശില്പകലയുടെ ദിവ്യ സൗന്ദര്യത്തിനും പുതിയ പ്രകാശം നൽകുന്ന കണ്ടെത്തലായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നതും പിന്നീട് നടന്ന പുനർനിർമ്മാണ ഘട്ടങ്ങളിൽ പൊളിച്ചുമാറ്റപ്പെട്ടതുമായ ശില്പങ്ങളാണ് ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. കണ്ടെത്തിയ ശില്പങ്ങളിൽ പഞ്ചമുഖരുദ്രന്റെ അതിഗംഭീര രൂപം ഭക്തഹൃദയങ്ങളിൽ വിസ്മയം വിതറുന്നു. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളത്തിനും ഹരിപ്പാടിനുമിടയിൽ മുതുകുളം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സംഭവത്തിൽ കീഴാറ്റൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KP പ്രകാശൻ, ആലക്കോട് ഏരിയയിലെ കൂവേരി ലോക്കൽ കമ്മിറ്റി അംഗം കൂവേരി ചാലപ്പുറത്ത് ഷൈജു എന്നിവരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. തളിപ്പറമ്പ്, ആലക്കോട് ഏരിയ കമ്മിറ്റികളുടെ തീരുമാനം ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ അംഗീകരിക്കുകയായിരുന്നു. കീഴാറ്റൂരിലേക്ക് 8 കോടി രൂപ ചെലവിൽ റോഡ് നിർമ്മിക്കുന്ന പദ്ധതിയിൽ തീരുമാനങ്ങൾ എടുക്കാത്തതിനെക്കുറിച്ചാണ് KP പ്രകാശൻ പോസ്റ്റിട്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയാണ് ഷൈജു പോസ്റ്റിട്ടത്. TK ഗോവിന്ദൻ MLAയോടുള്ള ചോദ്യമെന്ന രീതിയിൽ
ഏതാനും ദിവസം മുമ്പായിരുന്നു പ്രകാശിന്റെ പോസ്റ്റ്. പാലക്കാട് സർക്കാരിന്റെ ലഹരിവിരുദ്ധ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെ കാറിലെത്തിയ സംഘം പോലീസുകാരെ ആക്രമിച്ചു. ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. മലമ്പുഴ ഭാഗത്തു നിന്ന് വന്ന കാർ പോലീസ് തടയുകയും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർ പോലീസിനെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. മണ്ണാർക്കാട് സ്വദേശി ജിജീഷും സംഘവുമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. പക്ഷപാതത്തെ തുടർന്നാണ് ചകിരിക്കട സ്വദേശിയായ സജിത്തിനെ ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അസുഖം ഭേദമായി വരുന്നതിനിടെ ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു സുഹൃത്തിന്റെ സന്ദേശമെത്തി. ജീവിച്ചിരിക്കുന്ന ഇയാൾ മരിച്ചെന്നും സംസ്കാര ചടങ്ങിനും ആശുപത്രി ബില്ലടയ്ക്കാനും പണം വേണമെന്നുമായിരുന്നു സന്ദേശത്തിൽ. ആദ്യം ഞെട്ടിയെങ്കിലും തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ ഭാര്യ വഴി പോലീസിൽ പരാതി നൽകി. അന്വേഷിച്ചു വന്നപ്പോഴാണ് സ്നേഹനിധിയായ അയൽക്കാരാണ് സംഭവത്തിന് പിന്നിലെന്നറിഞ്ഞത്. പള്ളിമുക്ക് ചകിരിക്കട സൈദലവി മൻസലിൽ നിസാമുദ്ദീൻ, വാളത്തുങ്കൽ വായനക്കുളം ബാബുജി നഗറിൽ ലുബീക്കർ എന്നിവർ വഞ്ചനാ കുറ്റം ചുമത്തി ഇരവിപുരം പോലീസ് പൊക്കി. 19,000 രൂപയോളം സംഘം തട്ടിച്ചുണ്ടാക്കിയിരുന്നു. കേരള സർവകലാശാലയിൽ 4.25 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ ചേർന്ന പ്രത്യേക സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയ ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഡിഗ്രി അവാർഡ് ചെയ്യുകയെന്ന ഏക അജണ്ട മാത്രമായിരുന്നു ഇന്നലത്തെ പ്രത്യേക സെനറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പ്ലക്കാർഡുകളുമായി എത്തി മുദ്രാവാക്യം വിളിച്ച് യോഗ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇടതംഗങ്ങളെന്ന് ആരോപണം. ഈ നടപടി സ്വദേശത്തും വിദേശത്തുമായി ഉപരിപഠനത്തിനും തൊഴിലവസരങ്ങൾക്കും കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ. MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയുമായി അദാനി ഓഹരി വിൽക്കാൻ ധാരണയിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ധാരണ ഉണ്ടായാൽ മാത്രമേ വിവരം സെബിയെ അറിയിക്കാൻ സാധിക്കൂ. ഇതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകേണ്ടത്. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം അദാനി പോർട്ട് സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അദാനിയുടെ അപേക്ഷ ചീഫ് സെക്രട്ടറി അടങ്ങുന്ന സമിതി പരിശോധിച്ച ശേഷം സർക്കാരിനെ അറിയിക്കും. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം ലഭിച്ച ശേഷം കേന്ദ്ര സർക്കാരിന് അദാനി അപേക്ഷ നൽകണം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ മാതാവ് ബീന അന്തരിച്ചു. റോബിൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ മരണവാർത്ത അറിയിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയായിരുന്നു ഡോക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ സ്പീക്കറുമായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3 മാസമായി താരത്തിന്റെ അമ്മ ക്യാൻസർ ബാധിതയായിരുന്നുവെന്നും ചികിത്സയിൽ കഴിയുകയായിരുന്നുവെന്നും റോബിൻ തന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റ് JEE പ്രവേശനത്തിന് +2 12ാം ക്ലാസ് ഫലങ്ങളും പരിഗണിക്കുന്ന രീതിയിൽ 50-50 വെയിറ്റേജ് ഫോർമുല വരാൻ സാധ്യത തെളിഞ്ഞു. കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവേശന പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ 12ാം ക്ലാസ് പരീക്ഷയിൽ ലഭിച്ച സ്കോറിന്റെ 50% പരിഗണിക്കണമെന്നാണ് നിർദ്ദേശം. കേരളത്തിലെ പ്രവേശന പരീക്ഷയായ കീമിൽ ഈ മാതൃകയാണ് പിന്തുടരുന്നത്. രാജ്യത്തെ ഇ-റിക്ഷ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷൻ. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മുച്ചക്ര വാഹനങ്ങൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് യാത്രക്കിടെ പ്രവർത്തനരഹിതമാക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ലിഥിയം ബാറ്ററി സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത BAT-BMS മൊബൈൽ ആപ്ലിക്കേഷനാണ് തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും പലരും ദുരുപയോഗം ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവതരമായ ആശങ്ക ഉയർത്തുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ. ചൈന ആസ്ഥാനമായ ഒഷൻഷൻ ഗ്രീൻ എനർജി ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് പലരും ദുരുപയോഗപ്പെടുത്തുന്നത്. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം BMS എന്ന നിലയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്പാണിത്. വാർഷിക ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് ജാപ്പനീസ് പ്രധാനമന്ത്രി സ്നേഹ് തക്കായിച്ചിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഊഷ്മളമായി സ്വാഗതം ചെയ്തു. അവരെ ഇളയ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തു. ഹൈദരാബാദ് ഹൌസിൽ ഇരു നേതാക്കളും പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രത്യേക തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തത്തിൽ ഒരു സുപ്രധാന ചുവടുവെപ്പ് അടയാളപ്പെടുത്തുന്ന ഒരു സഹകരണ ധാരണാപത്രത്തിൽ MOC ഒപ്പുവെച്ചു. തമിഴ്നാട്ടിൽ ടാസ്മാക് മദ്യശാലകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2640 ബാറുകൾ പൂട്ടാൻ ഉത്തരവിട്ട വിജയ് സർക്കാർ. ടാസ്മാക് കടകളിൽ നിന്ന് വാങ്ങുന്ന മദ്യം കുടിക്കാൻ സൗകര്യം ഒരുക്കുകയും വെള്ളവും ലഘുഭക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾക്കാണ് ബാർ ലൈസൻസുകൾ നൽകിയിരുന്നത്. ഇവയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞ ജൂൺ 30 അവസാനിച്ചതിനെ തുടർന്നാണ് പൂട്ടാൻ ഉത്തരവിട്ടത്. പുതിയ ടെൻഡറുകൾ ക്ഷണിച്ചായിരിക്കും ഇനി ബാറുകൾക്ക് ലൈസൻസ് നൽകുക.
കഴിഞ്ഞ ദിവസം മദ്യനിരോധന എക്സൈസ് വകുപ്പ് മന്ത്രി കെ വിഘ്നേഷിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. ബാറുകൾ പൂട്ടുന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം തടയാൻ നിരീക്ഷണം ശക്തമാക്കാൻ പോലീസിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ കിച്ചയിൽ 90 വയസ്സുള്ള മുസ്ലിം വയോധികയുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള വദ്ര കുടുംബത്തിന്റെ ശ്രമത്തെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരിയാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. ഉദ്ധം സിംഗ് നഗറിലെ കിച്ചയിൽ ഖാൻ ഫാം എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്വത്തിന്റെ യഥാർത്ഥ രേഖകൾ പരേതനായ കുൽസും ഖാന്റെ പേരിലുള്ളതാണെന്ന് പത്രസമ്മേളനത്തിൽ ഭണ്ഡാരി പറഞ്ഞു. കുൽസമിന്റെ 90 വയസ്സുള്ള സഹോദരി നസ്രീൻ ഖാൻ നിലവിൽ ആ ഭൂമിയിൽ നിർമ്മിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ ഉടമസ്ഥാവകാശ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് പ്രിയങ്കയുടെ സഹോദര ഭാര്യയും റോബർട്ട് വാദ്രയുടെ കുടുംബത്തിലെ അംഗവുമായ സൈറ വാദ്ര ഈ സ്വത്ത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കിച്ചയിൽ നിന്നുള്ള കോൺഗ്രസ് MLA തിലക് രാജ് ബെഹാർ രാത്രി വൈകി തർക്കഭൂമി സന്ദർശിച്ച് 100ഓളം പാർട്ടി പ്രവർത്തകരോടൊപ്പം നസ്രീൻ ഖാനെ ഭീഷണിപ്പെടുത്തിയെന്ന് ഭണ്ഡാരി പറഞ്ഞു. MLA തിലക് രാജ് പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ അടുത്ത അനുയായിയായി കണക്കാക്കപ്പെടുന്ന ആളാണ്. പാക് അധീന കാശ്മീരിലെ POK സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് 24ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JAAC നേതാവ് സർദാർ അമൻ ഖാൻ പാകിസ്ഥാന്റെ ഭരണകൂടത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. POKയിലെ കാശ്മീരികൾക്ക് ഇതുവരെയും ആയുധങ്ങൾ നൽകിയിരുന്നത് പാകിസ്ഥാൻ സൈന്യമായിരുന്നുവെന്നും ഇപ്പോൾ അവർ തന്നെ തങ്ങളെ ഭീകരവാദികളായി മുദ്രകുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധ മഹാവിഹാര സമുച്ചയങ്ങളിലൊന്ന് വേദകാല ചരിത്ര സ്മാരകവുമായ തക്ഷശിലയിലെ സംരക്ഷണ പ്രവർത്തനങ്ങളെ ചൊല്ലി ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിഭാഗമായ യുനെസ്കോ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പുരാവസ്തു സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനായി യുനെസ്കോ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പുരാവസ്തു മ്യൂസിയം വകുപ്പ് സംരക്ഷണത്തിന്റെ പേരിൽ സിമന്റും ആധുനിക നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ചു എന്നാണ് ആക്ഷേപം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സുരക്ഷ ഉറപ്പു നൽകാൻ അധികാരികൾക്ക് കഴിയാത്തതിനാൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ മുജ്തബ ഖമേനി പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ഇന്ത്യയിലെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള ഹക്കിം ഇലാഹി. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശവസംസ്കാര ചടങ്ങുകൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ സുരക്ഷാ ആശങ്കകളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടെഹ്റാനിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇലാഹി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.